ഹലോ ഒരുവൻ എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഉല്ലാസ്, എംപോക്സ്, സമഗ്ര ശിക്ഷാ അഭിയാൻ, യുദ്ധ അഭ്യാസ്, പ്ലാനറ്ററി പ്രൊട്ടക്ഷൻ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉല്ലാസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഉല്ലാസ് എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 8 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഉല്ലാസ് അഥവാ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് സ്കീമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഉല്ലാസ് എന്ന് പറയുന്ന സ്കീം നമ്മളിതിന് മുമ്പ് ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള NILP അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഒരു പോപ്പുലർ നെയിമാണ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഉല്ലാസ് എന്ന് മനസ്സിലാക്കുക. ഇത് വേറൊരു സ്കീമല്ല. ഈ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിൻ്റെ മറ്റൊരു പേരാണ് ഉല്ലാസ് അഥവാ അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ബേസിക്കലി നമ്മുടെ ഈ NILP എന്താണോ അത് തന്നെയാണ് ഈ പ്രോഗ്രാം. അപ്പോൾ ഈ NILP എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉല്ലാസ് എന്ന് പറയുന്നത് ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ഷെയർ ചെയ്തുകൊണ്ട് ഫണ്ട് ചെയ്യുന്ന ഒരു സ്കീമാണ്. നോർമലി 60-40 എന്നുള്ള റേഷ്യോയിലാണ് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഷെയർ വരുന്നത്. ഇത് 2023 സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നത്. ഇത് 5 വർഷത്തേക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതായത് 2022-23 സാമ്പത്തിക വർഷം തൊട്ട് 26-27 ഫിനാൻഷ്യൽ ഇയർ വരെ ആയിരിക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ബേസിക്കലി ഈ സ്കീമിന്റെ എയിം എന്ന് പറയുന്നത് ഇന്ത്യയിൽ യൂണിവേഴ്സൽ ലിറ്ററസി കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നൊരു സ്കീമാണ്. ഇതിപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു കുറച്ച് അംബീഷ്യസ് ആയിട്ടുള്ള ഗോളാണ്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ യൂണിവേഴ്സൽ ലിറ്ററസി അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യയിൽ 100% ലിറ്ററസി അച്ചീവ് ചെയ്യുക എന്നുള്ളത് അത് ബേസിക്കലി അച്ചീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടാർഗറ്റാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള സ്കീമുകളിൽ ഒന്നാണ് ഈ NILP അല്ലെങ്കിൽ ഉല്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് ഈ സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടാത്ത 15 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് ലിറ്ററസി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ലിറ്ററസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള ചില സ്കിൽ ഡെവലപ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് NILP അല്ലെങ്കിൽ ഉല്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ലിറ്ററസി പ്രോഗ്രാം മാത്രമല്ല മറ്റുള്ള ചില കാര്യങ്ങളും കൂടി ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 15 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഈ സ്കീമിന് 5 കോമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ആണ്. രണ്ടാമത്തത് ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽസ്, മൂന്നാമത്തത് വൊക്കേഷണൽ സ്കിൽ ഡെവലപ്മെന്റ്, നാലാമത്തത് ബേസിക് എഡ്യൂക്കേഷൻ, അഞ്ചാമത്തത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഈ 5 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്ന 5 കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള ഈ സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ ഏജൻസീസ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ്സും അല്ലെങ്കിൽ കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സും ആണ്. അപ്പോൾ ഇതിന്റെ ബെനിഫിഷ്യറീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതും ഈ സ്റ്റേറ്റ് ഗവൺമെന്റ്സോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ്സോ നടത്തുന്ന ഡോർ ടു ഡോർ സർവേയിലൂടെയാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഡാറ്റ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യറീസിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യും. അതുകൂടാതെ നോൺ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സ്വന്തം നിലക്കും ഈ പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഈ പ്രോഗ്രാമിലേക്ക് സൈനപ്പ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഈ ലിറ്ററസി പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതലും ഓൺലൈൻ മോഡിലൂടെയാണ്. ആ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പരിധി വരെ വളണ്ടറിസം ബേസ് ചെയ്തിട്ടാണ്. അതായത് വളണ്ടറി നേച്ചറിൽ അല്ലെങ്കിൽ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇതിന് തയ്യാറായിട്ട് വരുന്ന സമയത്ത് അവരായിരിക്കും കൂടുതലായിട്ട് ഈ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ ലേണിംഗ് മെറ്റീരിയൽസും എല്ലാം തന്നെ NCERTയുടെ ദീക്ഷ പ്ലാറ്റ്ഫോം വഴി ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് എംപോക്സിനെ കുറിച്ചാണ്. അപ്പോൾ എംപോക്സിനെ കുറിച്ച് ഇതിന് മുമ്പ് നമ്മൾ ഈ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ എംപോക്സിന്റെ സ്പ്രെഡ് കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എംപോക്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്ത്യയിൽ ഈ എംപോക്സ് സിംറ്റംസ് ഉള്ള ഒരാളെ ഹോസ്പിറ്റലൈസ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 1 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ എംപോക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എംപോക്സ് അല്ലെങ്കിൽ പണ്ട് മങ്കി പോക്സ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു വൈറൽ ഡിസീസ് ആണ് ഇന്ന് എംപോക്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മങ്കി പോക്സ് വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. ബേസിക്കലി ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA വൈറസുകളുടെ കൂട്ടത്തിൽ പെടുന്ന ഈ സ്മോൾ പോക്സ് ഒക്കെ പോലുള്ള വൈറസിന്റെ സെയിം ഫാമിലി ഓഫ് വൈറസസ് ഉണ്ട്. അതായത് പോക്സ് ഇവരുടെ എന്ന് പറയുന്ന ഒരു ഫാമിലി ഓഫ് വൈറസസ് ഉണ്ട്. ആ ഫാമിലിയിൽ പെടുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ് മങ്കി പോക്സ് വൈറസ്. ആ മങ്കി പോക്സ് വൈറസ് കാരണം വരുന്ന വൈറൽ ഇൻഫെക്ഷൻ ആണ് എംപോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെയിം ഫാമിലിയിൽ പെടുന്ന വൈറസുകൾ തന്നെയാണ് സ്മോൾ പോക്സ് പോലുള്ള വൈറൽ ഡിസീസസിനും കാരണമാകുന്നത്. ഇനി ഇതൊരു സൂണോട്ടിക് ഡിസീസ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഇതിന്റെ ട്രാൻസ്മിഷൻ വരുന്നത് നോർമലി അനിമൽസിൽ നിന്ന് മനുഷ്യനിലേക്കാണ് വരുന്നത്. അപ്പോൾ പണ്ട് 1950s സെൻട്രൽ ആഫ്രിക്കയിലൊക്കെ ഉള്ള ചില രാജ്യങ്ങളിൽ ആദ്യം കുരങ്ങുകളിലാണ് ഈ
അസുഖം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്നാണ് മനുഷ്യരിലേക്ക് എത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് മങ്കി പോക്സ് എന്നുള്ള പേര് വരാനുള്ള കാരണം. അപ്പോൾ ഇതൊരു സൂണോട്ടിക് ഡിസീസ് ആണ്. സോ ബേസിക്കലി ആനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് പകരും. ഇനി വൺസ് മനുഷ്യരിലേക്ക് ഇത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഹ്യൂമൻസിൻ്റെ ഇടയിലും ഇത് സ്പ്രെഡ് ആവും. അതായത് ക്ലോസ് കോൺടാക്ട്, റെസിപ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് ഒക്കെ വഴി മനുഷ്യർക്കിടയിലും ഇത് സ്പ്രെഡ് ആവുമെന്ന് മനസ്സിലാക്കുക. ഇത് പ്രധാനമായിട്ടും സെൻട്രൽ ആൻഡ് വെസ്റ്റ് ആഫ്രിക്കയിലാണ് ഈ എംപോക്സ് കേസുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ലോകത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത് ഫീവർ, റാഷ്, സോളൻ ലിംഫ് നോഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ സിവിയർ കേസുകളിൽ എംപോക്സ് ഡിസീസ് എന്ന് പറയുന്നത് ആളുകളുടെ മരണത്തിന് വരെ കാരണമായേക്കാം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സമഗ്ര ശിക്ഷ അഭിയാനെ കുറിച്ചാണ്. അപ്പോൾ ഈ സമഗ്ര ശിക്ഷ അഭിയാൻ അല്ലെങ്കിൽ സമഗ്ര ശിക്ഷ എന്ന് പറയുന്ന ഗവൺമെന്റ് സ്കീമിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിൽ PM ശ്രീ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുണ്ട് എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ PM ശ്രീ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ഒരു MOU സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് സൈൻ ചെയ്യാൻ വിസമ്മതിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റുകൾക്ക് ഈ സമഗ്ര ശിക്ഷാ അഭിയാൻ അനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷണൽ സെക്ടറിലേക്കുള്ള ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് തടഞ്ഞു വെക്കുന്നതായിട്ടുള്ള ഒരു ആരോപണം നിലവിലുണ്ട്. അത് ആരോപണമല്ല, പല സ്റ്റേറ്റുകളും അത് ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 9 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സമഗ്ര ശിക്ഷാ ഫണ്ട് ഡിലെ പണിഷസ് റോൾ മോഡൽ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ പറയുന്ന ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടറിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള കേരള, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളൊക്കെ ഇത്തരത്തിൽ ഫണ്ട് തടഞ്ഞു വെക്കപ്പെട്ടതിൻ്റെ നെഗറ്റീവ് സൈഡ് എഫക്ട്സ് അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ സമഗ്ര ശിക്ഷ അഭിയാൻ അല്ലെങ്കിൽ SSA കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമഗ്ര ശിക്ഷ അല്ലെങ്കിൽ സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് നേരത്തെ ഇന്ത്യയിൽ ഈ സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന 3 ഡിഫറെൻറ്റ് സ്കീമുകൾ ഉണ്ടായിരുന്നു. അതായത് സർവശിക്ഷ അഭിയാൻ, അതുപോലെ തന്നെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ, ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 3 സ്കീമുകൾ ഉണ്ടായിരുന്നു. ആ 3 സ്കീമുകളെയും സബ്സ്യൂം ചെയ്തുകൊണ്ട് ഈ 3 സ്കീമുകളെയും ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് 2008 സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് സമഗ്ര ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ 3 സ്കീമുകൾക്ക് അകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ സമഗ്ര ശിക്ഷക്കകത്തും വരുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കീം ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതായത് പ്രീ സ്കൂൾ തൊട്ട് +2 വരെയുള്ള അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകളിലേക്കുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കീം ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള, ഇക്വിറ്റബിൾ ആയിട്ടുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇത് 2018 ലോഞ്ച് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 3 സ്കീമുകൾ സബ്സ്യൂം ചെയ്ത് ക്രിയേറ്റ് ചെയ്തൊരു സ്കീമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെ സമഗ്ര ശിക്ഷ അഭിയാൻ എന്നും വിളിക്കാറുണ്ട്, ജസ്റ്റ് സമഗ്ര ശിക്ഷ എന്ന് മാത്രവും വിളിക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് യുദ്ധ അഭ്യാസിനെ കുറിച്ചാണ്. സോ യുദ്ധ അഭ്യാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്ത്യൻ മിലിറ്ററി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ജോയിന്റ് എക്സസൈസുകളും അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ എക്സസൈസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി ഡിപ്ലോമസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 ഒരു വാർത്തയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ നടത്തുന്ന ഏറ്റവും വലിയ മൾട്ടി നാഷണൽ എയർ എക്സസൈസ് ആയിട്ടുള്ള തരംഗ ശക്തിയുടെ 2nd സ്റ്റേജ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ വാർത്തയിൽ പറയുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ വർഷം ഇന്ത്യയിലെ രാജസ്ഥാനിൽ വെച്ച് നടത്താൻ പോകുന്ന യുദ്ധ അഭ്യാസിൻ്റെ 20th എഡിഷനെ കുറിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ യുദ്ധാഭ്യാസം എന്ന് പറയുന്ന മിലിറ്ററി എക്സസൈസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യുദ്ധാഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യക്കും US-നും ഇടയിൽ നടക്കുന്ന ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ്. അപ്പോൾ ഇന്ത്യയുടെയും US-ൻ്റെയും ലാൻഡ് ഫോഴ്സസ് ആണ് അല്ലെങ്കിൽ ആർമികളാണ് ഈ എക്സസൈസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് 2002 ഈ യുദ്ധാഭ്യാസിന്റെ ഫസ്റ്റ് എഡിഷൻ നടക്കുന്നത്. പിന്നീട് 2003 ഇത് നടന്നിട്ടില്ല. 2004 തൊട്ടാണ് പിന്നീട് ഇത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2004 തൊട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇന്ത്യയും US-ഉമാണ് ഈ എക്സസൈസ് ഹോസ്റ്റ് ചെയ്യാറുള്ളത്. ഒരു വർഷം ഇന്ത്യയിലാണെങ്കിൽ അടുത്ത വർഷം US-ൽ എന്നുള്ള രീതിയിലാണ് ഈ എക്സസൈസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം US ആയിരുന്നു ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷം ഇന്ത്യയിൽ വെച്ചാണ് അത് നടക്കുന്നത്. കഴിഞ്ഞ വർഷം US-ലെ അലാസ്കയിൽ വെച്ചിട്ടായിരുന്നു. ഈ വർഷം ഇന്ത്യയിലെ രാജസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ എക്സസൈസ് നടത്തുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് ആർമീസ് തമ്മിൽ, ലാൻഡ് ഫോഴ്സസ് തമ്മിൽ നടത്തുന്ന എക്സസൈസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബേസിക്കലി 2 രാജ്യങ്ങൾക്കിടയിലുള്ള കോപ്പറേഷൻ, മിലിറ്ററി കോപ്പറേഷൻ വർദ്ധിപ്പിക്കുക, ട്രെയിനിങ്, അതുപോലെ തന്നെ മിലിറ്ററി കൾച്ചറൽ എക്സ്ചേഞ്ചസ്, ജോയിന്റ് ഓപ്പറേഷൻ സ്കിൽസ് ഒക്കെ എൻഹാൻസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഈ വർഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ 20th എഡിഷനാണ്, ഇതിന്റെ 20ാമത്തെ എഡിഷനാണ്. ഇതൊരു ആനുവൽ എക്സസൈസ് ആണ്. അപ്പോൾ ഇതിന്റെ 20ാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഈ വർഷം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വർഷം ഇന്ത്യയിൽ വെച്ച് ഈ എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇതുവരെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്ക് അത്ര പരിചിതമല്ലാത്ത പക്ഷെ നമുക്ക് വലിയ താല്പര്യമുള്ള ചില വെപ്പൺ സിസ്റ്റംസ് US മിലിറ്ററി കണ്ടിൻജന്റ് ഇന്ത്യയിൽ
കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത്രയും കാലത്തെ ചരിത്രത്തിന്റെ അടുക്ക്, ഈ യുദ്ധാഭ്യാസത്തിന്റെ ചരിത്രത്തിന്റെ അടുക്ക് ഏറ്റവും വലിയ US മിലിറ്ററി കണ്ടിൻജന്റ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 600 US ആർമി പേഴ്സണൽസ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ ലൈസൻസ്ഡ് മാനുഫാക്ചറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രൈക്കർ എന്ന് പറയുന്ന ഒരു ഇൻഫൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾ ഉണ്ട്. അപ്പോൾ അത് ഈ എക്സസൈസിന്റെ ഭാഗമായിട്ട് US ഡിപ്ലോയ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ ഒക്കെ കോണ്ടെക്സ്റ്റിൽ ഇടയ്ക്ക് നമ്മൾ ന്യൂസിൽ കാണാറുള്ള ഹൈമാർസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വെപ്പൺ സിസ്റ്റം ഉണ്ട്. ഒരു മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഈ യുദ്ധാഭ്യാസത്തിന്റെ 20th എഡിഷന്റെ ഭാഗമായിട്ട് US ഇന്ത്യയിൽ ഡിപ്ലോയ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് യുദ്ധാഭ്യാസത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലാനറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന, നമ്മൾ എക്സ്ട്രാ പ്ലാനറ്ററി മിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് സ്പേസ് സെക്ടറിനകത്ത് ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പ്ലാനറ്ററി പ്രൊട്ടക്ഷൻ എന്താണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജിനകത്ത് അവരൊരു ചെറിയൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി ഇപ്പോൾ ചൈന 2028 ഒരു മാർസ് സാമ്പിൾ റിട്ടേൺ മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ് അവർ പറയുന്ന സമയത്ത് അത് ലോഞ്ച് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മാർസ് സാമ്പിൾ റിട്ടേൺ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ആരും അത് ചെയ്തിട്ടില്ല. അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ESAയും അതുപോലെ തന്നെ നാസയൊക്കെ ചേർന്നിട്ട് ചില പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് കോസ്റ്റ് ഓവർറൺ കാരണം, ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് കാരണം അവർ കുറച്ച് ലേറ്റ് അത് ഷെൽഫ് ചെയ്തേക്കാണ്. അപ്പോൾ ചൈന 2028 ഇത് ലോഞ്ച് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ പ്ലാനറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഇവർ ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലാനറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് മിഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, എസ്പെഷ്യലി ഇന്റർ പ്ലാനറ്ററി മിഷൻസ്, ഭൂമിയിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിൽ വിസിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ തിരിച്ചു വരുന്നതുമായിട്ടുള്ള മറ്റുള്ള പ്ലാനറ്റുകളിലേക്ക് നടത്തുന്ന ഇന്റർ പ്ലാനറ്ററി മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഗൈഡിങ് പ്രിൻസിപ്പിളാണ് ഈ പറയുന്ന പ്ലാനറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരു പ്ലാനറ്റിന്റെയും അറ്റ്മോസ്ഫിയറിനകത്ത് ഒരു ഫോറിൻ കണ്ടാമിനന്റ്, ഒരു ഏലിയൻ കണ്ടാമിനേഷൻ നടത്തരുത് എന്നുള്ളതാണ് ഈ പ്ലാനറ്ററി പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് ഒരു സ്പേസ് മിഷൻ അല്ലെങ്കിൽ ഒരു പേടകം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഭൂമിയിൽ നിന്നുള്ള ഒരു സാറ്റലൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പേസ് മിഷനോ ഒക്കെ നമ്മളൊരു മറ്റൊരു പ്ലാനറ്റിലേക്ക് നടത്തുന്ന അല്ലെങ്കിൽ മറ്റൊരു പ്ലാനറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭൂമിയിലുള്ള ഒരു കണ്ടാമിനൻസും അവിടെ എത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രിക്കോഷൻസ് സ്പേസ് ഏജൻസീസ് എടുക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 120 ഡിഗ്രി സെൽഷ്യസിൽ ഡ്രൈ റൂമിൽ വെച്ചിട്ട് 3 ദിവസത്തോളം ഇവർ ഈ വെഹിക്കിൾസിനെ ബേക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരു തരത്തിലുള്ള കണ്ടാമിനൻസും അവിടെ എത്തരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഈ സെലസ്റ്റിയൽ ബോഡീസിലേക്ക്, പുറത്തുള്ള മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് ഭൂമിയിൽ നിന്നുള്ള കണ്ടാമിനൻസ് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സിനെ ഈ പറയുന്ന പ്രിൻസിപ്പിൾസിന്റെ ഭാഗമാണ്. അപ്പോൾ അതിനെയാണ് ഫോർവേഡ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർവേഡ് കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പിൾ റിട്ടേൺ മിഷൻ ആണെങ്കിൽ, നമ്മൾ നിലവിൽ സാമ്പിൾ റിട്ടേൺ മിഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് മൂണിൽ നിന്നുള്ള സാമ്പിൾ റിട്ടേൺ മിഷൻസ് സക്സസ്ഫുൾ ആയിട്ട് മനുഷ്യൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ചില സ്പേസ് ഒബ്ജക്റ്റുകളിൽ നിന്ന്, അതായത് ഇപ്പോൾ ചില ഉൽക്കകളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ ഈ സാമ്പിൾ റിട്ടേൺ മിഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാമ്പിൾ റിട്ടേൺ മിഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നുള്ള ഒരു കണ്ടാമിനൻസും ഭൂമിയിലേക്ക് എത്തിക്കാതിരിക്കാനും നോക്കണം. അപ്പോൾ ഇതിനെയാണ് ബാക്ക്വേർഡ് കണ്ടാമിനേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഫോർവേഡ് കണ്ടാമിനേഷനെയും ബാക്ക്വേർഡ് കണ്ടാമിനേഷനെയും പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ഒക്കെ ഇന്റർ പ്ലാനറ്ററി മിഷൻസിൽ വേണം എന്ന് പറയുന്ന ഒരു ഗൈഡിങ് പ്രിൻസിപ്പിളാണ് ഈ പ്ലാനറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ലീഗൽ ബേസിസ് 1967 ഔട്ടർ സ്പേസ് ട്രീറ്റിയുടെ ആർട്ടിക്കിൾ 9 പറയുന്നുണ്ട്. അപ്പോൾ ചൈന അവരുടെ ഈ ഒരു മാർസ് സാമ്പിൾ റിട്ടേൺ മിഷനകത്തും അവർ ഈ പറയുന്ന പ്ലാനറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടെ ഈ ചൈനയുടെ മാർസ് സാമ്പിൾ റിട്ടേൺ മിഷനെ കുറിച്ച് കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ചൈനയുടെ പ്ലാൻഡ് മാർസ് സാമ്പിൾ റിട്ടേൺ മിഷന്റെ പേര് ടിയാൻവെൻ 3 എന്നാണ്. അതായത് അവരുടെ ഇന്റർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ മിഷൻസിന് അവർ ജനറലി ഇട്ടിട്ടുള്ള പേരാണ് ഈ ടിയാൻവെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടിയാൻവെൻ 1 എന്ന് പറയുന്നത് അവർ മാർസിൽ ലാൻഡറും റോവറും ഒക്കെ ഇറക്കിയിട്ടുള്ള ഒരു മിഷനായിരുന്നു. ഈ ടിയാൻവെൻ 2 എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നാസ ഒക്കെ നേരത്തെ നടത്തിയിട്ടുള്ളതുപോലെ ഈ ഉൽക്കകളിൽ നിന്ന് സാമ്പിൾ റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ്. അതും പ്ലാൻഡ് മിഷനാണ്. ടിയാൻവെൻ 3 എന്ന് പറയുന്നത് ഒരു മാർസ് സാമ്പിൾ റിട്ടേൺ മിഷനാണ്. അപ്പോൾ ഇതൊരു 2 സ്റ്റേജ് ആയിട്ട് 2028 മുതൽ ഇവർ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. ആദ്യം ഒരു മാർസ് ഓർബിറ്ററും അതുപോലെ തന്നെ ഒരു റിട്ടേൺ ക്യാപ്സ്യൂളും, അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് ഒരു ലാൻഡറും അതുപോലെ തന്നെ ഒരു അസെൻഡർ വെഹിക്കിളും, അതായത് മാർസിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് ഈ ഓർബിറ്ററിലേക്ക് സാമ്പിൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അസെൻഡർ വെഹിക്കിൾ ഇറങ്ങുന്ന ഒരു സെക്കൻഡ് സ്റ്റേജും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത് ഈ 2028 ഇവർ പ്ലാൻ ചെയ്തതുപോലെ നടക്കുകയാണെങ്കിൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മനുഷ്യർ മാർസിൽ നിന്ന് സാമ്പിൾസ് റിട്ടേൺ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇതിന് സമാനമായിട്ടുള്ള പ്രൊജക്റ്റുകൾ, ഈ മാർസിൽ നിന്ന് സാമ്പിൾ റിട്ടേൺ മിഷൻ പ്രൊജക്റ്റുകൾ, പ്രപ്പോസ്ഡ് പ്രൊജക്റ്റുകൾ മറ്റു പല സ്പേസ് ഏജൻസീസിൻ്റെയും പരിഗണനയിലുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും നാസയും ഒരു 2010 തൊട്ടേ ഇത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് കാരണം, അതുപോലെ തന്നെ കോസ്റ്റ് ഓവർറൺ കാരണം ഏകദേശം $13 ബില്യൺ അവർ അതിൻ്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. അത് കാരണം അവരിപ്പോൾ ഏകദേശം ഇത് ഷെൽഫ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ജാപ്പനീസ് സ്പേസ് ഏജൻസി ആയിട്ടുള്ള ജാക്സയും ഇത്തരത്തിലൊരു മാർസ് സാമ്പിൾ റിട്ടേൺ മിഷൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഇത്തരത്തിലൊരു ലോഞ്ച് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ചൈന മാത്രമാണെന്ന് മനസ്സിലാക്കുക. അത് വളരെ നിയർ ആണ്, 2028 ആണ് അവരതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.